മാത്രം പോലത്തുന്നേ? ആന്റി ആന്റി ഒന്നല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി പറ, അല്ലെങ്കിൽ മാതൃഭാഷ മലയാളം പറ. ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഹിന്ദോളം ആക്കല്ലേ. അടുത്ത ഷോ ഇനി അകത്ത്. സുധീഷ്, come on everybody. भैया आर्यन बेटा नई बहुविनोട് अनावश्यक പറഞ്ഞു. वो शराबी है. आर्यन बेटा को बोध नहीं. ഇങ്ങനെ അപമാനം സഹിക്കാൻ ഞാനും എന്റെ ബേട്ടയും എന്ത് അപരാധമാണ് ചെയ്തത്? ബോൾ ഭയ്യ ബോൾ. ഹലോ ആന്റി, കൂടുതൽ ഡോഗ് ഷോ ഇറക്കല്ലേ. ഒരു സൈഡിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പൊളിച്ചു തുടങ്ങിയാലേ കംപ്ലീറ്റ് അടുക്കി പെറുക്കിയിട്ടേ ഞാൻ പോകൂ. അപ്പൊ ആന്റി ശരിക്കും കരയും. അത് വേണോ? കരച്ചിൽ നിന്നല്ലോ. ഞാൻ ഇടഞ്ഞ സംഗതി കൈവിട്ടു പോകുന്ന ആന്റിക്ക് മനസ്സിലായി. നിനക്കെന്താ വേണ്ടത്? അത് കറക്റ്റ് ചോദ്യം. ഓക്കെ, ഇനി ഞാൻ സംസാരിക്കാം. സീരിയസ് ആയിട്ട് സംസാരിക്കാം. അതിനുള്ള മറുപടി ഡാഡിയും സീരിയസ് ആയിട്ട് തന്നെ പറയണം. കുഴപ്പരുത്. അനന്തരവനും ഭാര്യയ്ക്കും ഡാഡി വീട് എഴുതി കൊടുത്തോ? അത് നീ അറിയേണ്ട കാര്യമില്ല. എനിക്കറിയണം. ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയണം. ഞാൻ ചോദിച്ച ഡാഡിയുടെ തരാൻ പൈസ ഇല്ല. എന്നിട്ട് എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. ഇതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. SP സാറിനോട് വഴക്കുണ്ടാക്കണ്ട സാറേ. സാറിന്റെ ആവശ്യം പറഞ്ഞ SP സാർ മനസ്സറിഞ്ഞു തരും. അതെ, ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചതാ. അപ്പ ഡാഡി പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞാൽ കാശ് തരാന്നാ. അങ്ങനെ കല്യാണം കഴിയുന്നവർക്ക് വാരിക്കോരി കൊടുക്കുമെങ്കിൽ അനന്തരവനും ഭാര്യയ്ക്കും എന്ത് കൊടുത്തു എന്ന് എനിക്കറിയണം. കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ ആവശ്യം എന്താണെന്നുള്ളത് എനിക്കറിയണം. എങ്കിലും എനിക്ക് കാശ് തരാൻ പറ്റൂ. ഞാനിത് എത്ര വട്ടം പറഞ്ഞ എനിക്ക് കുറെ കടമുണ്ടെന്ന്. അത് തീർക്കാൻ എനിക്ക് ഉടനെ 1 കോടി രൂപ കിട്ടണം. ഏട്ടന് കൊടുക്കുന്ന പണം എനിക്കും കിട്ടണം. എടി, നീ ആവശ്യത്തിൽ കൂടുതൽ പണം കമ്പനിയിൽ നിന്ന് വെട്ടിച്ചു. അതെല്ലാം ഫോറിൻ ടൂർ നടത്തി പൊട്ടിച്ചിട്ടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് എനിക്കറിയാം. കമ്പനിയിൽ നിന്ന് വെട്ടിക്കുന്നതും പൊടിക്കുന്നതും ഒക്കെ എന്റെ മിടുക്ക്. ഏട്ടൻ അതിനുള്ള കഴിവില്ലാത്തത് എന്റെ കുഴപ്പമല്ല. ഈ വീട് മിഥുൻ ബേട്ടയ്ക്ക് ഭയ്യ കൊടുത്തു എന്ന് കരുതിയ എല്ലാവരും തമ്മിൽ ഝഗടാ. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ നെഞ്ച് വാങ്ങാൻ പോലും നയാ പൈസ കയ്യിലില്ല ഭയ്യ. ഇവർക്ക് കാശ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്കർ മിഥുൻ ബേട്ടയുടെ പേരിൽ എഴുതി തരണം. ഇവിടെ ആർക്കും കാശും വീടൊന്നും തരാൻ പോകുന്നില്ല. മക്കൾക്കും പെങ്ങൾക്കും അളിയനും അനന്തരവനും ഒക്കെ ചെലവിനുള്ള പണം മാസാമാസം ഓഫീസിൽ നിന്ന് കിട്ടുന്നില്ലേ? അതിന് പുറമെ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ. ചിലതൊക്കെ കണ്ടിട്ടും കണ്ണടക്കിയ ഞാൻ. എന്നാലും അതൊരു മിടുക്കായിട്ടാ ബിസിനസ്സിൽ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് എന്റെ മകള് തരുന്നത്. കഷ്ടം. ഇനി മകനാണെങ്കി കിട്ടുന്നതൊന്നും പോരാ, കടമുണ്ടത്രേ. എടാ, ഞാൻ ജോലി ചെയ്തിട്ടല്ലേ ഇപ്പോഴും നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. എന്നിട്ടും ഈ ചെറുപ്രായത്തില് നിനക്ക് എവിടുന്ന് വന്നു 1 കോടി രൂപയുടെ കടം? ഡാഡി തരുന്ന നക്കാപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദൂർത്ത് പുത്രം എല്ലാം നശിപ്പിക്കും ഭയ്യ. ദൂർത്ത് പെങ്ങളും ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ
എനിക്കുള്ളത് മുഴുവൻ തരാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ആവശ്യം ന്യായമാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് വന്നേ. ഭയ്യ, കീർത്തി ബേട്ടയുടെ വീട്ടുകാർക്ക് മുന്നിൽ മിഥുൻ ബേട്ടയ്ക്ക് കോയി സമ്പത്ത് നഹി. ഈ കാരണെങ്കിലും അവന് കൊടുത്താ. കീർത്തി മോളെ, ഇങ്ങ് വാ.